നമുക്കിന്ന് എന്നാ സാധനം ഉണ്ടാക്കുന്നത്? ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് സോയ ഫ്രൈ ഉണ്ടാക്കാം. എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മുടി കെട്ടി വെക്കണം. മുടി കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ കുറച്ച് മുടി ഇങ്ങനെ ഇടണം. എന്തിനാണെന്നുള്ള കുറച്ച് ഭംഗിയൊക്കെ ഇല്ല, എന്നിട്ട് ഇങ്ങനെ കണ്ണാടി വെക്കണം. സോയാബോൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സോയാബോൾ വേണം. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴിയാം. കുറച്ച് ഞാൻ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഞാൻ ചുമ്മാ ഷോയ്ക്ക് വേണ്ടി കാണാൻ വേണ്ടി ഒരു ഗ്ലാസ് പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ ഇങ്ങനെ ആ മൂളി കയറ്റി വെക്കാറേ ഉള്ളൂ, യൂസ് ചെയ്യാറില്ല. വേറത്തെ വീഡിയോയ്ക്ക് എടുക്കുമല്ലേ. പക്ഷേ വെന്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ പിഴിഞ്ഞു എടുക്കണം. നമ്മളെല്ലാവരും കൈകൊണ്ടല്ലേ ചെയ്യുന്നത്. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ചില കമൻറ്റിലൊക്കെ കൈകൊണ്ടാണ് ചെയ്യുന്നതെന്നൊക്കെ. കൈകൊണ്ട് ചെയ്താലേ കൈപ്പുണ്യം വരത്തുള്ളൂ. ഓക്കെ, അക്കോർഡിംഗ് ബൈ ഞാൻ. വലിയ കഷ്ണമാക്കി കഴിഞ്ഞാൽ വേഗം പാടായിരിക്കും. ഇനി വെന്തില്ലെങ്കിൽ ഫ്ലോപ്പ് ആയില്ലേ, ഇത്രയും സാധനം വേസ്റ്റ് ആവില്ലേ. സോ ഞാൻ തരിയാൻ തീരുമാനിച്ചു. മസാലയാണ് ഇടുന്നത്. അയ്യോ, വീഡിയോ അമ്മ കാണും. ഞാൻ പോയി സ്പൂൺ എടുത്തിട്ടില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ് പൊടി എടുക്കുന്നതെന്ന് അമ്മ കണ്ടു കഴിഞ്ഞാൽ എന്നെ മീൻസ് അമ്മമാർക്കൊക്കെ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ അടുക്കളയൊക്കെ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, കാര്യങ്ങളെല്ലാം എപ്പോഴും അടുക്കള വൃത്തിയായിട്ടിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ ഒരു ഭംഗവും വരുത്താൻ പാടില്ല. ദെൻ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി ഇടാം. എന്തിനാണെന്ന് ചോദിക്കരുത്, കുറേ പൊടി ഇരിപ്പുണ്ടായിരുന്നു. അത് കുരുമുളക് പൊടി അല്ലേ. ഞാൻ വറുക്കുന്ന കാണിക്കുന്നില്ല, കാരണം ഞാൻ വറുത്ത് കഴിഞ്ഞാൽ ഞാൻ ഞെട്ടുമൊക്കെ ചെയ്യും ഈ തീയൊക്കെ വരുമ്പം. സോ ഞാൻ വറുത്തിട്ട് കൊണ്ടു തരുന്നതായിരിക്കും കുറച്ചുകൂടെ. എനിക്കാണെങ്കിൽ ബീഫ് അലർജിയാണ്. അപ്പം എനിക്കിത് കാണുമ്പോൾ ബീഫൊക്കെ പോലെ തോന്നാറേ ഉള്ളൂ. സൗണ്ട് കേൾക്കാവോ? ഇതേപോലെ വെന്ത് കിട്ടണം, എണ്ണ കിടന്ന് വേകണം.